ഹേ ഹായ് ഹലോ, നിങ്ങൾ ഈ ഡ്രില്ല് കണ്ടിട്ടുണ്ടാവും, എന്നാൽ ഇതിൻ്റെ പൂർവികരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അവരാണ് ഇത്. നമുക്ക് ഈ ഡ്രില്ലിന് മുമ്പ് 4 ജനറേഷൻ ഡ്രില്ലുകളാണ് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഏറ്റവും ഫസ്റ്റ് ഇറങ്ങിയത്. ഇതിൻ്റെ പേര് ഓഗർ എന്നാണ്. ഇത് നമുക്ക് വലിയ വലിയ ഹോളുകളൊക്കെ നീളത്തിൽ തുളയ്ക്കണമെങ്കിലൊക്കെ നമുക്ക് ഇത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇതിൻ്റെ തുമ്പറ്റത്ത് ഒരു സ്ക്രൂ പോലത്തെ ത്രെഡ് ഉണ്ട്, അതുകൊണ്ട് ഇതെപ്പോഴും തുളഞ്ഞ് കയറിപ്പോവും. പണ്ടുള്ളതെന്ന് വെച്ചാൽ എപ്പോഴും വലിയ വലിയ ഉരുപ്പടികളായിരുന്നു. അപ്പോൾ അത് തുളയ്ക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ബിറ്റുകൾ കൊണ്ടാണ് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്ന ഡ്രില്ലാണ് ഇത്. കായ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് ഓരോരോ ഉപകാരത്തിനനുസരിച്ച് ഓരോ ബിറ്റ് ഉണ്ട്. ആ ബിറ്റുകൾ നമുക്ക് ഇങ്ങനെ മാറ്റി ടൈറ്റ് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കയറ്റി ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് പിടിച്ചിട്ട് കൈകൊണ്ട് ഇവിടെ അമർത്തി പിടിച്ചിട്ട് ഈ റൗണ്ടിൽ ഇങ്ങനെ പിടിച്ച് കറക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കറക്റ്റ് ഹോളായിട്ട് കിട്ടുന്നതാണ്. ഇതാണ് ഇതിൻ്റെ അടുത്തൊരു ബിറ്റ്. ഇത് ചെറിയ ചെറിയ തുളകൾ തുളയ്ക്കുന്നതാണ്. ഇത് വെച്ച് നമുക്ക് തുളച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ തുളച്ച തുളയാണ്. ഇത് അപ്പുറം വന്നിട്ടുണ്ട്. ഇത് തുളച്ചിട്ട് ഇത് കുറച്ച് വീതി കൂടുതലാണ് ഈ ബിറ്റിന്. നമ്മുടെ പണ്ട് ജനലുകൾക്കൊക്കെ ക്രാസികളായിരുന്നു, പട്ടയും കമ്പിക്ക് പകരം ക്രാസികളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, തടിയുടെ ക്രാസികൾ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ബിറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിന് ഇവിടെ ടൈറ്റ് ആക്കാനായിട്ട് ഒരു സ്ക്രൂവും ലോക്കും കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ കായ്സിൻ്റെ പണ്ട് ഇങ്ങനത്തെ ഇതിൻ്റെ പിടി ഇങ്ങനെ ബെയറിംഗ് ടൈപ്പ് പിടികളല്ലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ചുമ്മാ ഇതുപോലെ തന്നെ കമ്പി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ അതിൻ്റെ പുറത്ത് ഇതുപോലുള്ള ചിരട്ടകൾ വെച്ച് ഊന്നിയിട്ടായിരുന്നു നമ്മൾ കറക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് പിന്നെ ഇത് തടിയായിരുന്നു. തടി വെച്ച് കറക്കിക്കൊണ്ടിരിക്കും. പിന്നെയാണ് ഈ മെറ്റലിൻ്റെ വന്നു തുടങ്ങി. ഈ മെറ്റലും അതിൻ്റെ ഉള്ളിൽ ബെയറിംഗ് വന്നതോടുകൂടി നമുക്ക് വീണ്ടും പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. കായ്സ് കഴിഞ്ഞിട്ട് അടുത്ത വന്ന ജനറേഷനാണ് ഹാൻഡ് ഡ്രില്ല്. മെക്കാനിക്കൽ ഡ്രില്ലെന്ന് ഇത് പറയുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ നോർമൽ ഒരു 2 പൾച്ചക്രമാണ് വരുന്നത്. ആ പൾച്ചക്രത്തിൽ ഒരു വലിയ ചക്രം കൊടുത്തിട്ട് അതിൽ നിന്നാണ് ഇതിട്ട് ഡ്രൈവ് വരുന്നത്. ഇത് നമുക്ക് മറ്റതുപോലെ ബിറ്റുകൾ നോർമൽ ഡ്രില്ല് പോലെ നമുക്ക് ഇത് ലൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ബിറ്റ് പിടിപ്പിക്കുന്നത്. അവിടെ നമുക്ക് ഇങ്ങനെ ലൂസ് ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അകന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നത്. കായ്സിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ ബിറ്റുകളും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ കായ്സിനകത്ത് ഇതിന് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ബിറ്റുകൾ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് നമുക്ക് 2 ഹാൻഡിലാണ് വരുന്നത്. ഒന്ന് നമുക്ക് നേരെ പിടിച്ചിട്ട് ഒതുക്കിയിട്ട് ഇങ്ങനെ തുളയ്ക്കാനും, രണ്ടാമത് നമ്മൾ സൈഡിൽ തുളയ്ക്കാനായിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു പിടിയുണ്ട്, അത് പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇത് വെച്ച് തുളയ്ക്കാൻ പറ്റും. അടുത്ത ജനറേഷൻ ഡ്രില്ലാണിത്. ഇതിൻ്റെ പേര് ബ്രസ്റ്റ് ഡ്രിൽ എന്നാണ്. ഇത് ബ്രസ്റ്റ് ഡ്രില്ലിന് പേര് വരാൻ കാരണം നമ്മൾ ഇത് തുളയ്ക്കാൻ നേരത്ത് നമ്മുടെ നെഞ്ചത്തോട് ഇത് ചേർത്ത് വെച്ചിട്ട് ഇത് നമ്മളിങ്ങനെ തുളയ്ക്കുക, ഇങ്ങനെ കറക്കിയാണ് ഇത് തുളയ്ക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ 2 സ്ഥലത്തും നമുക്ക് ഈ ഹാൻഡിലിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹാൻഡിൽ നമുക്ക് റിമൂവബിളാണ്. ശരിക്കും ഇതിൻ്റെ ഹാൻഡിൽ ഇതല്ല വരുന്നത്, നമ്മളിതിപ്പോൾ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കിയെടുത്താണിത്. ഒരെണ്ണം എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് ചെറിയ തുളകൾക്ക് തുളയ്ക്കുന്നതാണ്. ഇതെന്ന് പറയുമ്പോൾ ഇത് നമ്മളിവിടെ ഇത് ഒരു റൗണ്ട് തിരിക്കുമ്പോൾ ഇവിടെ അതൊരു 4 റൗണ്ടാണ് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. എന്നാൽ അടുത്തത് ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ഒരു ഗിയറും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒരു റൗണ്ട് കറക്കുമ്പോൾ ഇവിടെ മിനിമം 8 റൗണ്ടെങ്കിലും ഇത് റൊട്ടേറ്റ് ആവുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ടോർക്ക് കൂടുതലും ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ഇവിടെ ഇട്ടാണ് തുളയ്ക്കേണ്ടത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് സ്പീഡിന് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഇവിടെ ഇട്ട് തുളയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇത് നോർമൽ ഡ്രില്ല് പോലെ തന്നെയാണ്. ഇത് ബിറ്റ് ഈ പുള്ളി ലൂസ് ചെയ്തിട്ടാണ്, നമുക്ക് ഈ ചക്ക് ലൂസ് ചെയ്തിട്ടാണ് ഇവിടെ ബിറ്റ് ഇറക്കുന്നത്. വളരെ ചെറിയ ബിറ്റുകൾ മാത്രമാണ് നമുക്ക് ഇവിടെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് പല പർപ്പസിനുകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ പല ഇലക്ട്രിക് ഡ്രില്ലുകളും അതുപോലെ തന്നെ ബാറ്ററി ഡ്രില്ലുകളൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോയി നടക്കാനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ പണ്ടുള്ളവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ ഡ്രില്ലുകളാണ്. ഇത് നമുക്ക് വളരെ ഹെവി ആയതുകൊണ്ട് നമുക്ക് ഇത് പ്രവർത്തിക്കാനും ഒരു തുള തുളയ്ക്കാനൊക്കെ എടുക്കുന്ന സമയം വളരെ കൂടുതലാണ്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ ഡ്രില്ലുകൾ നേരത്തെ ഉപയോഗിച്ചിട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു സെഗ്മെൻറ്റിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.